വ്യൂവേഴ്സ്, വെൽക്കം ടു റേസ് ഏഗൺ. അപ്പൊ നമുക്ക് എന്താണ് ഈ ഒരു എക്സാം നല്ല രീതിക്ക് എഴുതണം. ഇതിൽ നിന്ന് എന്തായാലും വരുന്ന ഒരു ചോദ്യമാണ് അർത്ഥ വ്യത്യാസം വരാതെ ഒറ്റവാക്യമാക്കുക, രണ്ട് വാക്യമാക്കുക. ഇവിടെ തന്നിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം മിസ് പറഞ്ഞാലും നിങ്ങൾ സ്വന്തമായിട്ട് എഴുതാൻ പറ്റുന്നില്ലേ, അങ്ങനെ തന്നെയല്ലേ എനിക്ക് എഴുതാൻ തോന്നുന്നത് എന്നൊക്കെ ഒന്ന് നോക്കിക്കൊള്ളണം. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങൾ മറന്നു പോകരുത്. ഇവിടെ തന്നിരിക്കുന്ന ചോദ്യം നോക്കിയേ. വീട്ടുകാരെ പറ്റി എന്തെങ്കിലും ആക്ഷേപം പറയാതെ കിടന്നാൽ മത്തായിക്ക് ഉറക്കം വരികയില്ല, അയാളുടെ ഭാര്യയ്ക്കും അങ്ങനെ തന്നെ. അപ്പൊ രണ്ടുപേർക്ക് എന്താണ് നമ്മുടെ മത്തായി അതായത് അയൽക്കാരെ പറ്റിയിട്ട് കുറ്റം പറയാതെ കിടന്നു കഴിഞ്ഞാൽ ഉറക്കം വരില്ല, അത്രയേ ഉള്ളൂ. അപ്പൊ നമുക്ക് എങ്ങനെ പറയാം? അയൽ വീട്ടുകാരെ പറ്റി എന്തെങ്കിലും ആക്ഷേപം പറയാതെ കിടന്നാൽ മത്തായിക്കും എന്താണ് ഭാര്യയ്ക്കും ഉറക്കം വരില്ല, അല്ലേ? ഉറക്കം വരില്ല, ഇങ്ങനെ പറഞ്ഞുകൊണ്ട് എഴുതിയാൽ മതി. ബാക്കി അനാവശ്യ കാര്യങ്ങളൊക്കെ എന്താണ് നമ്മൾ ഒഴിവാക്കുന്നു. അയാളുടെ എന്നൊക്കെ ഉള്ളത് നമ്മൾ ഒഴിവാക്കുന്നു. ഭാര്യ എന്ന് പറയുന്നത് അയാളുടെ തന്നെ ആയിരിക്കുമല്ലോ, അല്ലെ? അപ്പൊ നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. അടുത്തത് ഒറ്റ വാക്യമാക്കാനാണ് പറയുന്നത്. അപ്പൊ കൃത്യമായിട്ട് ആശയം നിങ്ങൾ മനസ്സിലേക്ക് എടുക്കുക മക്കളെ. ആശയം മനസ്സിലേക്ക് എടുക്കുക. ഒറ്റ വാക്യമാക്കുന്ന സമയത്ത് ആവർത്തിച്ച് വരുന്ന വാക്കുകളൊക്കെ ഒഴിവാക്കിക്കൊണ്ട് വേണം നിങ്ങൾ എഴുതാൻ വേണ്ടിയിട്ട്. കണ്ടോ, ആദ്യം മത്തായി പറഞ്ഞു, പിന്നെ അടുത്തതിൽ എന്താണ് അയാളുടെ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ആവർത്തിച്ച് എന്താണ് വരുന്ന വാക്കുകളൊക്കെ നമ്മൾ ഒഴിവാക്കിയിട്ട് വേണം ഒറ്റവാക്യമാക്കാൻ. ഇവിടെ നോക്കിയേ, അപ്പനും മകനും പരസ്പരം കെട്ടിപ്പിടിച്ചു, ആ കാഴ്ച നോക്കി നിന്ന് ചിരിത ആനന്ദിച്ചു. അപ്പനും മകനും പരസ്പരം കെട്ടിപ്പിടിക്കുന്ന കാഴ്ച നോക്കി നിന്ന് ചിരിത ആനന്ദിച്ചു. ബാക്കി വേണ്ടാത്ത കാര്യങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് വേണം നമ്മൾ ഒറ്റവാക്യമാക്കാൻ. നിങ്ങൾ ഇങ്ങനത്തെ വാക്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കണേ. ഇനി ഇവിടെ എന്താണ് രണ്ട് വാക്യമാക്കാനാണ് പറയുന്നത്. ആശയം മിസ് പറയുന്ന സമയത്ത് നിങ്ങൾ അതിന്റെ ആശയം മനസ്സിലേക്ക് എടുക്കുക. 10 പ്ലാവിലക്കഞ്ഞി കോരി കുടിച്ചു കഴിഞ്ഞപ്പോൾ വൃദ്ധൻ ഒരു നീണ്ട ഏമ്പക്കം വിട്ടു. അവിടെ എന്താണ് 10 പ്ലാവിലക്കഞ്ഞി എന്താണ് വൃദ്ധൻ കോരി കുടിച്ചു, അല്ലെ? 10 പ്ലാവിലക്കഞ്ഞി വൃദ്ധൻ കോരി കുടിച്ചു. ആര് കോരി കുടിച്ചു എന്ന് ക്ലിയർ ആക്കണം. 10 പ്ലാവിലക്കഞ്ഞി വൃദ്ധൻ കോരി കുടിച്ചു, അത് കഴിഞ്ഞപ്പോൾ ഒരു നീണ്ട ഏമ്പക്കം വിട്ടു. ഇങ്ങനെ പറഞ്ഞാൽ മതി. കണ്ടോ? അപ്പൊ എന്താണ് 10 പ്ലാവിലക്കഞ്ഞി വൃദ്ധൻ കോരി കുടിച്ചു. ആരെന്ന് വേണം കേട്ടോ. ആര് എന്ത് എന്നൊക്കെ വാക്യത്തിൽ ഉണ്ടായിരിക്കണം കൃത്യമായിട്ട്. 10 പ്ലാവിലക്കഞ്ഞി കോരി കുടിച്ചു എന്ന് പറയുന്നവർ അവിടെ ആരെന്നില്ല. എന്താണ് വൃദ്ധൻ, വേണമെങ്കിൽ വൃദ്ധൻ മുന്നേ കൊടുത്താലും കുഴപ്പമില്ല. വൃദ്ധൻ 10 പ്ലാവിലക്കഞ്ഞി കോരി കുടിച്ചു, അത് കഴിഞ്ഞപ്പോൾ ഒരു നീണ്ട ഏമ്പക്കം വിട്ടു. കേട്ടല്ലോ? കൃത്യമായിട്ട് എന്ത് ചെയ്തിടണം? അവിടെ ഫുൾ സ്റ്റോപ്പ് ഇട്ടോളണം. ഒരു വാക്യം കഴിഞ്ഞാൽ ഫുൾ സ്റ്റോപ്പ് ഇടണം. രണ്ട് വാക്യമാക്കാനാണ് പറഞ്ഞത്. 10 പ്ലാവിലക്കഞ്ഞി വൃദ്ധൻ കോരി കുടിച്ചു കഴിഞ്ഞാൽ ഫുൾ സ്റ്റോപ്പ് ഇടുക. ഫുൾ സ്റ്റോപ്പ് ഇട്ടാലേ അടുത്ത വാക്യം എഴുതാൻ പറ്റൂ. ഫുൾ സ്റ്റോപ്പ് മറന്നു പോയാലും നിങ്ങൾക്ക് എന്താണ് ഈ രണ്ട് വാക്യമാക്കുന്നതിലുള്ള ആ 2 മാർക്ക് നഷ്ടപ്പെടും. കൃത്യമായിട്ട് 2 വാക്യമാക്കാൻ പറഞ്ഞാൽ ഫുൾ സ്റ്റോപ്പ് ഇട്ടിട്ട് നിങ്ങൾ എഴുതിക്കൊള്ളണം. ഫുൾ സ്റ്റോപ്പ് ഇടാൻ മറന്നു പോകരുത്. കേട്ടല്ലോ? അപ്പൊ ഈ രീതിക്ക് വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് ഒറ്റ വാക്യമാക്കുകയും 2 വാക്യമാക്കുകയും ചെയ്യാൻ വേണ്ടിയിട്ട്. കൂടുതൽ ചോദ്യങ്ങൾ, കൂടുതൽ ഉദാഹരണങ്ങളൊക്കെ നമുക്ക് എന്താണ് നമ്മുടെ ലൈവിലും അതുപോലെ തന്നെ എന്താണ് നമ്മുടെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ ഡിസ്കസ് ചെയ്യുന്ന സമയത്തും നമുക്ക് ഡിസ്കസ് ചെയ്യാം. നിങ്ങൾ ഇതേപോലുള്ള എന്താ പറയുന്നത് ചോദ്യങ്ങളൊക്കെ, ഈ തന്നിരിക്കുന്ന ചോദ്യങ്ങളൊക്കെ നിങ്ങൾ തന്നെ സ്വന്തമായിട്ടൊന്ന് എഴുതി നോക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു വരുത്. മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ ഗൈസ്.